നാട്ടിൽ ഒരാള് പള്ളിക്ക് നിസ്കരിക്കാൻ പോണില്ല. സുബ്ഹാന ജല്ല ജലാലുഹു. നോക്കുമ്പോ എന്താണ് കാരണം? പ്രസിഡന്റ് എനിക്ക് പറ്റാത്ത ഒരാളാണ് പള്ളിന്റെ പ്രസിഡന്റ്. അതുകൊണ്ട് അയാള് പള്ളിന്റെ പ്രസിഡന്റ് ആയിരിക്കണ കാലത്തോളം ഞാൻ ജമാഅത്തിനും ജുമഅക്കും ഞങ്ങളെ നാട്ടിലെ പള്ളിക്ക് പോണില്ല, ഞാൻ വേറെ പള്ളിക്ക് പോവാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇങ്ങനെ വ്യക്തി വൈരാഗ്യങ്ങൾ മുഴുവനും പള്ളിയിൽ കൊണ്ടുവെക്കുന്നവരില്ലേ? എന്നിട്ടോ മറ്റുള്ള കുട്ടികളെ കയ്യിൽ മൊബൈൽ കൊടുത്ത് ശീലിപ്പിക്കുന്ന ഉമ്മമാരുണ്ട്. ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഉമ്മാന്റെ മൊബൈല് അതാ റിംഗ് ചെയ്യുന്നു, കോള് വരുന്നുണ്ട്. ആ കോള് വരുമ്പോ ഉമ്മ ചിലപ്പോ അടുക്കളയിലാണ്, എന്നാൽ ഉമ്മ കുട്ടിയോട് പറയാണ് ആ മൊബൈൽ ഒന്ന് കൊണ്ടുവാ. അതൊരു നല്ല സ്വഭാവമല്ല. എന്തേ കാരണം? ആ കുട്ടിയുടെ കയ്യിൽ മൊബൈൽ കയ്യിൽ പിടിക്കാൻ ഉമ്മ ഒരു സമ്മതം കൊടുത്തതുപോലെയാണ്, ഉമ്മ അവസരം കൊടുത്തതുപോലെയാണ്. ഒരിക്കലും പാടില്ല. ഇന്ന് എത്ര സ്ത്രീകളുണ്ട് വാല് കേൾക്കുന്നതിനൊരു കുറവില്ല. സ്വന്തം ഭർത്താവിനെയും ഭർത്താവിന്റെ ഉമ്മാനെയും തമ്മിൽ തെറ്റിച്ച എത്ര മാന്യത പ്രകടിപ്പിച്ച് നടക്കുന്ന സ്ത്രീകളുണ്ട്. എന്നിട്ടോ അതിനെ കുറിച്ച് പറയുമ്പോൾ അതിന് വേറെ ഒരു ന്യായവും. മാമിയും നല്ല വേണല്ലേ, മാമിയും നല്ലവളായിട്ടിക്കണ്ടേ. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ വാല് പറയുമ്പോ കമന്റ് ബോക്സിൽ അടിക്കുറിപ്പെഴുതുന്ന എത്ര സഹോദരിമാരുണ്ട്. പറയട്ടെ, ദീനിന്റെ വിഷയം പറയുമ്പോ നമുക്കാകെ പറഞ്ഞു തരാനേ വകുപ്പുള്ളൂ. തങ്ങൾ പരലോകത്ത് എന്നെയും നിങ്ങളെയും കാണുമ്പോൾ ഒരു പരിചയമുണ്ടാകണ്ടേ? കുറെ വാല് പറഞ്ഞ ആളാണ് എന്ന പരിചയം മതിയോ? അഥവാ കേവലം ഏതെങ്കിലും ഒരു പരിചയം മതിയോ? മതിയാകില്ല. ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ അക്സറുഹും അലയ്യ സ്വലാ. ധാരാളം സ്വലാത്ത് ചൊല്ലിയവരാരാണോ അവരാണ് എനിക്ക് ആഖിറത്തിൽ വലിയ ബന്ധമുള്ളവർ. അതുകൊണ്ട് എന്നെ ഒരിക്കലും കുടുംബത്തോട് പിണങ്ങരുത്. എന്തിന്റെ പേരിലും പിണങ്ങരുത്. കുടുംബം തമ്മിൽ അസൂയ കാണിച്ച് നടക്കരുത്, അഹങ്കരിച്ച് നടക്കരുത്. ഞാനിപ്പോൾ അതിലേക്ക് കടന്ന് നീട്ടി സംസാരിക്കുന്നില്ല. പറയട്ടെ, ഒന്നും കൂടി പറയട്ടെ. ആരാ സ്വന്തം കുടുംബക്കാരെ വീട്ടിൽ പോയി അതേ നിങ്ങൾ ഒരിക്കലും നാരങ്ങ ഇട്ട് വരാൻ പാടില്ല. കണ്ടു കാണുന്ന ജ്യോത്സ്യന്മാരുടെ അരികിൽ പോയി അവിടുന്ന് അതാ മാരണം ചെയ്തു കൊണ്ടുവന്നത്, സിഹിർ ചെയ്തു കൊണ്ടുവന്നത്